നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘം ഇന്ന് കളിക്കാനിറങ്ങിയാണല്ലോ. രാത്രി ഇന്ത്യൻ സമയം 1:15 അയർലൻഡിനെതിരെയാണ് കളി തോൽക്കാതിരുന്നാൽ, അതായത് ഈവൺ ഒരു സമനില കിട്ടിയാൽ പോലും അവർ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കും. ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ പൊളിച്ചെടുക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ കണക്കുകൾ നോക്കിയാൽ അത് സുവ്യക്തമാണ്. ഏറ്റവും അധികം ഗോളുകൾ, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും അധികം ഗോൾ പെർസെൻറ്റേജ് വരുന്നത് ഈ കോച്ചിന് കീഴിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, പ്ലേയിങ് ടൈം അദ്ദേഹത്തിൻ്റെ എടുത്ത് നോക്കിയാലും റോബർട്ടോ മാർട്ടിനസിന് കീഴിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ക്രിസ്ത്യാനോ പറഞ്ഞത്, ഐ ആം വെരി ഹാപ്പി, ഐ ആം ഗോയിങ് ത്രൂ എ ഗ്രേറ്റ് പീരീഡ് അണ്ടർ റോബർട്ടോ മാർട്ടിനസ്, തിങ്സ് ആർ ഗോയിങ് വെരി വെൽ ഫോർ us എന്നാണ്. അദ്ദേഹം ഹാപ്പിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്താ ഉണ്ടായത്? ഫെർണാണ്ടോ സാൻഡസ് അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തി പോർച്ചുഗലിൻ്റെ പുറത്താവലിന് അതൊരു കാരണമാണ് എന്ന് വിശ്വസിക്കുന്ന ആരാധകരാണ് ഇപ്പോഴും ഉള്ളത്. CR7 5 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. 5 വേൾഡ് കപ്പിലും ഗോൾ അടിച്ച ഒരേ ഒരു കളിക്കാരൻ അദ്ദേഹമാണ്. മെസ്സിയും കളിച്ചിട്ടുണ്ട് 5 എണ്ണം. പക്ഷേ 2010 വേൾഡ് കപ്പിൽ മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടോട്ടൽ ഗോളിൻ്റെ കാര്യത്തിൽ CR7 മുന്നിലാണ് വേൾഡ് കപ്പിൽ ലിയോ മെസ്സി എന്നുള്ളതും മറക്കുന്നില്ല. നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്, പുതിയ കോച്ച് റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ CR7 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉയർന്നതാണ്. നോക്കുക, അദ്ദേഹം ലൂയി ഫിലിപ്പെ സ്കൊളാരിയുടെ കീഴിൽ 58 മത്സരങ്ങൾ പോർച്ചുഗലിന് വേണ്ടി കളിച്ചിട്ട് 21 ഗോളുകളാണ് നേടിയിരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർ ഗെയിം ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കണക്ക് ആവറേജ് എടുത്താൽ 0.36 ആണ്. കാർലോസ് ക്യൂഡസിന് കീഴിലാണ് അദ്ദേഹം ഏറ്റവും മോശമായിട്ടുള്ളൊരു പ്രകടനം ഗോളടിയുടെ കാര്യത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. 18 കളികൾ 2 ഗോളുകൾ, 0.11 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾ പെർ ഗെയിം. പോലോ ബെൻഡോയുടെ കീഴിൽ 38 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു, 27 ഗോളുകൾ അടിച്ചു, 0.71 ഗോൾസ് പെർ ഗെയിം ആയിരുന്നു. ഫെർണാണ്ടോ സാൻഡോസിൻ്റെ കീഴിൽ 82 മത്സരങ്ങൾ ക്രിസ്ത്യാനോ പോർച്ചുഗലിനായിട്ട് കളിച്ചിട്ട് 68 ഗോളുകൾ നേടി, 0.83 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസിൻ്റെ ഗോൾ പെർ ഗെയിമിൻ്റെ കണക്ക്. റോബർട്ടോ മാർട്ടിനസിന് കീഴിലോ 29 കളി കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനായിട്ട് 25 ഗോളുകൾ നേടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 0.86 ഗോൾസ് പെർ ഗെയിം. അദ്ദേഹത്തിൻ്റെ കരിയറിൽ പോർച്ചുഗലിനായിട്ട് ഏറ്റവും അധികം ഗോൾ പെർ ഗെയിം നോക്കുമ്പോൾ, ആവറേജ് എടുക്കുമ്പോൾ അദ്ദേഹം അടിച്ചിട്ടുള്ളത് റോബർട്ടോ മാർട്ടിനസിന് കീഴിലാണ്. മൊത്തം എടുത്താൽ 225 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 143 ഗോളുകൾ. അദ്ദേഹത്തിൻ്റെ ഗോൾ പെർ ഗെയിം 0.64 ആണ് ആവറേജ്. ഇനി ഒരു കാര്യം കൂടി, ഈ ഓരോ കോച്ചുമാരുടെ കീഴിലും അദ്ദേഹം കളിച്ചിട്ടുള്ള മത്സരങ്ങളുടെ ആവറേജ് എടുത്താൽ, സ്കൊളാരിയുടെ കീഴിൽ 78% ഓഫ് ദി ഗെയിമും അദ്ദേഹം കളിച്ചിരുന്നു. 78% മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സ്കൊളാരി പോർച്ചുഗലിനെ പരിശീലിപ്പിച്ച കളികളിൽ 78%ലും ക്രിസ്ത്യാനോ കളിച്ചിട്ടുണ്ട്. ദെൻ കാർലോസ് ക്യൂഡസിൻ്റെ കീഴിൽ 64%, പോലോ ബെൻഡോയുടെ കീഴിൽ 80%, ഫെർണാണ്ടോ സാൻഡോസിൻ്റെ കീഴിൽ 75%. കറൻലി റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ 90% മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആകെ 3 മത്സരങ്ങളാണ് റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ അദ്ദേഹം കളിക്കാതിരുന്നിട്ടുള്ളൂ. ഒന്ന് ലക്സംബർഗിനെതിരെ 2023-24 കാലഘട്ടത്തിൽ ആ കളി 9-0 പോർച്ചുഗൽ ജയിച്ചിരുന്നു. മറ്റൊന്ന് ക്രൊയേഷ്യക്കെതിരെ, അതിൻ്റെ റിസൾട്ട് 1-2 പരാജയമായിരുന്നു. വീണ്ടും ക്രൊയേഷ്യക്കെതിരെ 1-1 സമനില. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ അടിയുടെ കണക്ക് നോക്കിയാൽ ഗോൾ പെർ ഗെയിം റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ കൂടുതലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗെയിം പാർട്ടിസിപ്പേഷൻ റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ നോക്കിയാൽ 90%, അതും കൂടുതലാണ്. ക്രിസ്ത്യാനോ ഈസ് സ്പീക്കിംഗ് അണ്ടർ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.